നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വേനൽക്കാലം ആരംഭിച്ചതോടെ കാട്ടുകൊമ്പന്മാർ റോഡിലിറങ്ങുന്ന പ്രവണത വർദ്ധിച്ചത് ആശങ്കയാകുന്നു. കഴിഞ്ഞ ദിവസം മറയൂർ ചിന്നാർ റോഡിലിറങ്ങിയ വിരിക്കൊമ്പൻ എന്ന കാട്ടാന ഏറെ സമയം ഗതാഗത തടസ്സം തീർത്തു. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വാകച്ചുവട്ടിലും വട്ടോൻപാറയിലും ഭീതി പരത്തുന്ന അജ്ഞാതജീവിയെ കണ്ടെത്തുവാൻ നഗരംപാറ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഡ്രോൺ നിരീക്ഷണം നടത്തി. 8 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങൾ ഡ്രോൺ നിരീക്ഷണത്തിന്റെ പരിധിയിൽ വന്നു. മൂന്നാറിൽ വീണ്ടും വിനോദസഞ്ചാരികൾക്ക് നേരെ കയ്യേറ്റം. കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്നാർ നഗർ റോഡിലായിരുന്നു സംഭവം നടന്നത്. സംഭവത്തിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ മൂന്നാർ പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു. അടിമാലി വാളറയിൽ ടൂറിസം വകുപ്പിന് കീഴിലുള്ള വഴിയോര വിശ്രമ കേന്ദ്രം കാട് കയറി നശിക്കുന്നു. വാളറ ടൗണിന് സമീപം ദേശീയപാത 85 അരികിലാണ് വിശ്രമ കേന്ദ്രമുള്ളത്. വിശദമായ വാർത്തകളിലേക്ക്. വേനൽക്കാലം ആരംഭിച്ചതോടെ കാട്ടുകൊമ്പന്മാർ റോഡിലിറങ്ങുന്ന പ്രവണത വർദ്ധിച്ചത് ആശങ്കയാകുന്നു. കഴിഞ്ഞ ദിവസം മറയൂർ ചിന്നാർ റോഡിലിറങ്ങിയ വിരിക്കൊമ്പൻ എന്ന കാട്ടാന ഏറെ സമയം ഗതാഗത തടസ്സം തീർത്തു. മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ കന്നിമലയ്ക്ക് സമീപം കഴിഞ്ഞ ദിവസം കാട്ടാനക്കൂട്ടം സമാന രീതിയിൽ യാത്രക്കാരെ വഴി തടഞ്ഞിരുന്നു. കഴിഞ്ഞ വേനൽക്കാലത്ത് കാട്ടുകൊമ്പൻ വിരിക്കൊമ്പന്റെ ശല്യം മറയൂർ ചിന്നാർ റോഡിൽ രൂക്ഷമായിരുന്നു. മഴ മാറി വേനൽക്കാലം ആരംഭിച്ചതോടെ കാട്ടുകൊമ്പന്മാർ റോഡിലേക്കിറങ്ങി ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മറയൂർ ചിന്നാർ റോഡിലിറങ്ങിയ വിരിക്കൊമ്പൻ എന്ന കാട്ടാന ഏറെ സമയം ഗതാഗത തടസ്സം തീർത്തു. 1 മണിക്കൂറോളം സമയം യാത്രക്കാർ പെരുവഴിയിൽപ്പെട്ടു. കാട്ടാന പിൻവാങ്ങിയതോടെയാണ് പിന്നീട് ഇവരുടെ യാത്ര സാധ്യമായത്. കാട്ടാന റോഡിലിറങ്ങിയെങ്കിലും കൂടുതൽ പരാക്രമങ്ങൾക്ക് മുതിരാതിരുന്നത് ആശ്വാസമായി. കഴിഞ്ഞ വേനൽക്കാലത്ത് കാട്ടുകൊമ്പൻ വിരിക്കൊമ്പന്റെ ശല്യം മറയൂർ ചിന്നാർ റോഡിൽ രൂക്ഷമായിരുന്നു. മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ കന്നിമലയ്ക്ക് സമീപം കഴിഞ്ഞ ദിവസം കാട്ടാനക്കൂട്ടം സമാന രീതിയിൽ യാത്രക്കായി വഴി തടഞ്ഞിരുന്നു. വേനൽ കനക്കുന്നതോടെ മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ കാട്ടാനശല്യം വർദ്ധിക്കുമോ എന്ന ആശങ്ക വാഹനയാത്രികർക്കുണ്ട്. കഴിഞ്ഞ വർഷം ഈ പാതയിൽ കാട്ടുകൊമ്പൻ പടയപ്പയും നിരവധി തവണ ഗതാഗത തടസ്സം സൃഷ്ടിച്ചിരുന്നു. അതേസമയം റോഡിൽ കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടാകുമ്പോൾ അത് നിരീക്ഷിച്ച് യാത്രക്കാർക്ക് കൃത്യമായ വിവരം നൽകാനുള്ള വനം വകുപ്പിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നും ആവശ്യമുണ്ട്. സിറ്റി വിഷൻ, മറയൂർ. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വാകച്ചുവട്ടിലും വട്ടോൻപാറയിലും ഭീതി പരത്തുന്ന അജ്ഞാതജീവിയെ കണ്ടെത്തുവാൻ നഗരംപാറ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഡ്രോൺ നിരീക്ഷണം നടത്തി. 8 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങൾ ഡ്രോൺ നിരീക്ഷണത്തിന്റെ പരിധിയിൽ വന്നു. ഒരാഴ്ചക്കാലമായി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വാകച്ചുവട, വട്ടോൻപാറ, മഴുവടി പ്രദേശങ്ങളിൽ ഭീതി പരത്തുന്ന അജ്ഞാതജീവിയെ കണ്ടുപിടിക്കുവാനാണ് നഗരംപാറ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഡ്രോൺ നിരീക്ഷണം നടത്തിയത്. 8 കിലോമീറ്റർ ചുറ്റളവിൽ നിരീക്ഷണം നടത്താൻ പറ്റുന്ന ഡ്രോണിൽ അജ്ഞാതജീവിയുടെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചില്ല. ഇന്നലെ വനം വകുപ്പ് അധികൃതർ ക്യാമറ സ്ഥാപിച്ചുവെങ്കിലും 3 ദിവസം കഴിഞ്ഞ് മാത്രമേ ക്യാമറയിൽ പരിശോധന നടത്താനാകൂ. മനുഷ്യ സാന്നിധ്യമുള്ള മേഖലകളിൽ ജീവികൾ എത്തില്ല എന്നതുകൊണ്ടാണ് 3 ദിവസത്തിന് ശേഷം ക്യാമറ പരിശോധന നടത്തുന്നത്. 2 ദിവസമായി ഉദ്യോഗസ്ഥർ രാത്രികാല പെട്രോളിംഗ് നടത്തിവരുന്നുവെങ്കിലും അജ്ഞാതജീവിയുടെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ 3 ദിവസമായിട്ട് നമ്മൾ രാത്രിയും പോലും പട്രോളിംഗ് നടത്തുന്നുണ്ട്, ഇവിടെ ഒന്ന് പരിശോധന നടത്തുന്നുണ്ട്. നമുക്ക് ഇതുവരെ കാണാനോ കണ്ടെത്താനോ സാധിച്ചില്ല. ഇന്ന് നമ്മൾ ഡ്രോൺ ഉപയോഗിച്ച് മഴുവടി ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പം വട്ടംപാറ ഭാഗത്തും ഡ്രോണിൽ നോക്കി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പുലിയുടേതെന്ന് സംശയിക്കുന്ന വിസർജ്യങ്ങളും കണ്ടെത്തിയെങ്കിലും അതിലും പരിശോധന നടത്തിയ ആശങ്കകൾ അവസാനിപ്പിക്കുവാൻ വകുപ്പിന് കഴിയാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. സിറ്റി വിഷൻ, ഇടുക്കി. മൂന്നാറിൽ വീണ്ടും വിനോദസഞ്ചാരികൾക്കു നേരെ കയ്യേറ്റം. കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്നാർ നഗർ റോഡിലായിരുന്നു സംഭവം നടന്നത്. സംഭവത്തിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ മൂന്നാർ പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു. വിനോദസഞ്ചാരത്തിനെത്തിയ ചെന്നൈ സ്വദേശികൾക്ക് നേരെ ആക്രമണമുണ്ടായതായാണ് പരാതി. സംഘത്തിലുണ്ടായിരുന്ന യുവതിയെ നെഞ്ചിൽ പിടിച്ചു തള്ളിയതായി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ മൂന്നാർ ടൗണിലെ ഓട്ടോ ഡ്രൈവറായ ലക്ഷ്മി എസ്റ്റേറ്റ് പാർവതി ഡിവിഷനിൽ സുധാകരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 3 കാറിലായി 10 പേരടങ്ങുന്ന സംഘമാണ് മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തിയത്. ഇതിൽ ഒരു കാർ സുധാകരന്റെ ഓട്ടോറിക്ഷയുമായി ഉരസി. ഇതേ തുടർന്ന് സഞ്ചാരികളുമായി വാക്കുതർക്കമുണ്ടായി. ഇതിൽ ഇടപെടാൻ ശ്രമിച്ച സംഘത്തിലുണ്ടായിരുന്ന യുവതിയെ നെഞ്ചിൽ പിടിച്ചു തള്ളിയെന്നാണ് പരാതി. മൂന്നാർ SHO വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. നേരത്തെ പള്ളിവാസൽ, ടോപ്പ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ വിനോദസഞ്ചാരികളെ ആക്രമിച്ച കേസിലെ പ്രതികളെ റിമാൻഡ് ചെയ്തിരുന്നു. വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും
സഞ്ചാരികൾക്ക് ഏതു സമയത്തും സഹായത്തിനായി പോലീസുമായി ബന്ധപ്പെടാമെന്ന് മൂന്നാർ പോലീസ് വ്യക്തമാക്കി. സിറ്റി വിഷൻ, മൂന്നാർ. അടിമാലി വാളറയിൽ ടൂറിസം വകുപ്പിന് കീഴിലുള്ള വഴിയോര വിശ്രമ കേന്ദ്രം കാടുകയറി നശിക്കുന്നു. വാളറ ടൗണിന് സമീപം ദേശീയപാത 85 അരികിലാണ് വിശ്രമ കേന്ദ്രമുള്ളത്. മുമ്പ് സ്വകാര്യ വ്യക്തികൾക്ക് കരാറടിസ്ഥാനത്തിൽ വാടകയ്ക്ക് നൽകിയായിരുന്നു ഈ കേന്ദ്രം പ്രവർത്തിച്ചു വന്നിരുന്നത്. നിലവിൽ കേന്ദ്രം അടഞ്ഞുകിടക്കുകയാണ്. ടൂറിസം വകുപ്പ് നേരിട്ട് നടത്തിയാൽ പോലും വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന പദ്ധതിയാണിങ്ങനെ കാടുകയറി നശിക്കുന്നത്. 1987 ഫെബ്രുവരി 27-നാണ് വാളറയിൽ ടൂറിസം വകുപ്പിന് കീഴിലുള്ള വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നത്. മൂന്നാറിലേക്കെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വഴിമധ്യേ താമസിക്കാനും വിശ്രമിക്കാനും സൗകര്യമൊരുക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. എന്നാൽ വർഷം പലത് പിന്നിടുമ്പോഴും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട കെട്ടിട സ്ഥല സൗകര്യങ്ങൾ ഇനിയും ടൂറിസം വകുപ്പ് വേണ്ടവിധം പ്രയോജനപ്പെടുത്തിയിട്ടില്ല. മുമ്പ് സ്വകാര്യ വ്യക്തികൾക്ക് കരാറടിസ്ഥാനത്തിൽ വാടകയ്ക്ക് നൽകിയായിരുന്നു ഈ കേന്ദ്രം പ്രവർത്തിച്ചു വന്നിരുന്നത്. നിലവിൽ കേന്ദ്രം അടഞ്ഞുകിടക്കുകയാണ്. കെട്ടിടവും പരിസര പ്രദേശങ്ങളും കാടുകയറി മൂടിയിട്ടുള്ള സ്ഥിതിയുമുണ്ട്. പരിപാലനമില്ലാതെ കിടന്നാൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ചിട്ടുള്ള കെട്ടിടം ക്രമേണ നാശത്തിലേക്ക് കൂപ്പുകുത്തും. സഞ്ചാരികളെ ആകർഷിക്കാൻ പോകുന്ന സ്ഥലസൗകര്യങ്ങൾക്കൊപ്പം നേര്യമംഗലം വനമേഖലയുടെ ഭംഗി ആസ്വദിക്കാൻ കഴിയും വിധം കൂടിയാണ് കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. ടൂറിസം വകുപ്പ് നേരിട്ട് നടത്തിയാൽ പോലും വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന പദ്ധതിയാണിങ്ങനെ കാടുകയറി നശിക്കുന്നത്. നിലവിലെ കെട്ടിടസ്ഥല സൗകര്യങ്ങൾ വൃത്തിയാക്കുകയും മോടി പിടിപ്പിച്ച് സഞ്ചാരികളെ ആകർഷിക്കും വിധം താമസ സൗകര്യമൊരുക്കിയാൽ പദ്ധതിയിലൂടെ ടൂറിസം വകുപ്പിന് മെച്ചപ്പെട്ട വരുമാനം കണ്ടെത്താം. സ്വകാര്യ വ്യക്തികൾക്ക് വാടകയ്ക്ക് നൽകിയാലും പദ്ധതി പരിപാലനമില്ലാതെ നശിക്കുന്നത് ഒഴിവാക്കാം. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി നടത്തുന്ന ജില്ലാ വ്യാപാരോത്സവം 2026 ആദ്യ ദ്വൈവാര നറുക്കെടുപ്പ് നടന്നു. ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിന്റെ ആദ്യ നറുക്കെടുപ്പ് പൂപ്പാറയിൽ നടന്നു. ജില്ലാ സെക്രട്ടറി റോയ് വർഗീസ് യോഗം ഉദ്ഘാടനം ചെയ്തു. ആദ്യ നറുക്കെടുപ്പ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PJ ജോൺസൺ നിർവഹിച്ചു. എല്ലാ നിയോജക മണ്ഡലത്തിലെയും വിവിധ കേന്ദ്രങ്ങളായ വണ്ണപ്പുറം, ഏലപ്പാറ, പൂപ്പാറ, കഞ്ഞിക്കുഴി, അടിമാലി തുടങ്ങിയ കേന്ദ്രങ്ങളിലാണ് നറുക്കെടുപ്പ് നടന്നത്. ബമ്പർ സമ്മാനം ഇന്നോവ ക്രിസ്റ്റ കാറും, രണ്ടാം സമ്മാനം 5 നിയോജക മണ്ഡലങ്ങളിൽ ഓരോ മാരുതി ആൾട്ടോ കാറുകളും, പ്രതിമാസ നറുക്കെടുപ്പിൽ TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിവയും, ദ്വൈവാര നറുക്കെടുപ്പിൽ മിക്സി, പ്രഷർ കുക്കർ, ഇൻഡക്ഷൻ കുക്കർ കൂടാതെ നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളുമാണ് നൽകി വരുന്നത്. ജില്ലയുടെ ഉത്സവം കൈനിറിയ സമ്മാനം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് സമ്മാന ഉത്സവ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിന്റെ പൂപ്പാറയിൽ നടന്ന ആദ്യ നറുക്കെടുപ്പ് സമ്മേളനം ജില്ലാ സെക്രട്ടറി റോയി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സമ്മാന പെരുമഴ സ്വീകരിക്കുവാൻ ഇടുക്കിയിലെ വ്യാപാര സ്ഥാപനങ്ങൾ സന്ദർശിക്കണമെന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ഉപഭോക്താക്കൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ സമ്മാന കൂപ്പൺ ചോദിച്ചു വാങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു. വാടക അടിസ്ഥാനത്തിലുള്ള കാരണങ്ങളുണ്ട്, GSTയുടെ കാരണങ്ങളുണ്ട്, അങ്ങനെ ഒട്ടേറെ കാരണങ്ങൾ കൊണ്ട് റീറ്റെയിൽ മേഖല തകരുന്ന അവസരത്തിൽ വ്യാപാരം വർദ്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ജില്ലാ കമ്മിറ്റി വളരെ ആർജവത്തോടെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു വ്യാപാരോത്സവമാണ് ഇതിന്റെ ആദ്യത്തെ നറുക്കെടുപ്പാണ് നടക്കാൻ പോകുന്നത്. പൂപ്പാറയിൽ നടന്ന ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിന്റെ ആദ്യ നറുക്കെടുപ്പ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PJ ജോൺസൺ നിർവഹിച്ചു. 8 സമ്മാനങ്ങളുടെ നറുക്കെടുപ്പാണ് നടന്നത്. 7, 8, 6, 2. മാർച്ച് 30-നാണ് സമ്മാന ഉത്സവം പദ്ധതി സമാപിക്കുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൂപ്പാറ യൂണിറ്റ് പ്രസിഡന്റ് ജോയി ജോസഫ്, ജില്ലാ ഓർഗനൈസർ സിബി കൊച്ചുവള്ളാട്ട്, യൂത്ത് വിംഗ് പ്രസിഡന്റ് സലി VS, സജീവ് ആർ നായർ, മഹേഷ്, തങ്കച്ചൻ ആലപ്പുരയ്ക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, പൂപ്പാറ. ഇടവേള. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. നിങ്ങൾക്കേവർക്കും KG's ജ്വല്ലറിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. Our shops, കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്.
ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വാഴത്തോപ്പിൽ നിർമ്മിച്ച വനിതാ റിക്രിയേഷൻ ക്ലബ്ബ് പ്രവർത്തനം പോലും ആരംഭിക്കാൻ കഴിയാതെ കാടുകയറി നശിക്കുന്നു. ജനപ്രതിനിധികൾ ഉൾപ്പെടെ അഴിമതിക്കും മറ്റുമായി നടത്തിയ നിർമ്മാണ പ്രവർത്തനത്തിന്റെ നേർചിത്രമാണ് ഈ സെന്റർ എന്ന ആക്ഷേപം. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച കാലഘട്ടത്തിൽ പിന്നോക്ക വിഭാഗങ്ങളുടെ വർക്ക്ഷോപ്പ് എന്ന രീതിയിൽ നിർമ്മാണം നടത്തിയ കെട്ടിടത്തിന് പിന്നിലാണ് 25 ലക്ഷം രൂപ മുതൽ മുടക്കി 2020 വനിതാ റിക്രിയേഷൻ ക്ലബ്ബ് നിർമ്മിച്ചത്. റോഡ് പോലും ഇല്ലാത്ത സ്ഥലത്ത് GI ഷീറ്റ് ഉപയോഗിച്ചാണ് പൂർണ്ണമായി നിർമ്മാണം നടത്തിയത്. വനിതകളുടെ കായികശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഷട്ടിൽ കോർട്ടും ടോയ്ലറ്റും ഉൾപ്പെടെ സൗകര്യങ്ങളോടുകൂടിയാണ് നിർമ്മാണം. 2020 നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. പിന്നീട് 5 വർഷം അടുത്ത ഭരണസമിതി ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നെങ്കിലും പൂർത്തിയാക്കുവാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി പദ്ധതി പ്രയോജനപ്പെടുത്തുവാനുള്ള യാതൊരു ഇടപെടലും നടത്തിയില്ല. ജനപ്രതിനിധികൾ അഴിമതിക്കും മറ്റുമായി പദ്ധതിക്ക് രൂപം നൽകിയെന്ന് പൊതുപ്രവർത്തകരും നാട്ടുകാരും ആരോപിക്കുന്നു. ഈ 2 കെട്ടിടം അനാഥമായി കിടക്കുന്നത് തീർച്ചയായും ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയുടെ വീഴ്ചയാണ്. അടിസ്ഥാനപരമായ കാര്യങ്ങൾ പലതും ചെയ്യാനുള്ളപ്പോൾ ഫണ്ട് തട്ടാനും അല്ലെങ്കിൽ അതിന് കമ്മീഷൻ തട്ടാനും മാത്രമാണ് ജനപ്രതിനിധികൾ ശ്രമിച്ചിരിക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത്. ജില്ലാ ആസ്ഥാന മേഖലയായ ചെറുതോണിയിൽ പൊതുജനങ്ങൾക്ക് ഒരു ശൗചാലയം പോലും ഇല്ലാതിരിക്കെയാണ് പ്രയോജനമില്ലാത്ത പദ്ധതിക്കായി ജില്ലാ പഞ്ചായത്ത് പണം ചെലവഴിച്ചത്. ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലായി 100 കണക്കിന് കെട്ടിടങ്ങളാണ് ഉപയോഗിക്കാതെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം കാഴ്ചകൾ മുന്നിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി പൊതുപണം നശിക്കുന്നത്. സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. സിറ്റി വിഷൻ, ഇടുക്കി. ചൈനീസ് കുംഫു എന്ന ആയോധന കലയിലൂടെ ആരോഗ്യമുള്ള പുതുതലമുറയെ വാർത്തെടുക്കുകയാണ് ഇന്റർനാഷണൽ ഇൻസ്ട്രക്ടർ KV ജോൺസണും പുഷ്പാകരൻ മാഷും ചേർന്ന് പതിറ്റാണ്ടുകളായി നടത്തിവരുന്നത്. ആരോഗ്യ സംരക്ഷണത്തിനൊപ്പം മാനസിക വികാസവും ചിട്ടയായ ജീവിത രീതിയും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കാൻ കുംഫു പരിശീലനത്തിലൂടെ സാധിക്കും. ആധുനികതയുടെ കടന്നുകയറ്റത്തിൽ പുതിയ തലമുറ വഴിമാറി സഞ്ചരിക്കുമ്പോൾ ആത്മവിശ്വാസത്തിലൂടെയും നിശ്ചയദാർഢ്യത്തിലൂടെയും മുന്നേറുവാൻ ചൈനീസ് കുംഫു എന്ന ആയോധന കലാ പരിശീലനത്തിലൂടെ കഴിയുമെന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഇന്റർനാഷണൽ ഇൻസ്ട്രക്ടർ KV ജോൺസണും ഇൻസ്ട്രക്ടർ പുഷ്പാകരനും. 10,000-കണക്കിന് ശിഷ്യരുണ്ട് ഇവർക്ക് കീഴിൽ. ഒരു കാലത്ത് ആയോധന കല പുരുഷന്മാരുടെ മാത്രമായിരുന്നുവെങ്കിൽ സ്ത്രീകൾക്കും ഇത് അനിവാര്യമാണെന്ന് ബോധ്യപ്പെടുത്തിയതും ഇവര് തന്നെ. ഇന്ന് ആൺകുട്ടികളെക്കാൾ കൂടുതൽ പരിശീലനം തേടുന്നതും സ്ത്രീകളും പെൺകുട്ടികളും തന്നെ. ചടുലമായ ചുവടുകളും ചിട്ടയായ പരിശീലനവും കൊണ്ട് മെയ്വഴക്കവും വേഗതയും ചൈനീസ് കുംഫുവിന്റെ പ്രത്യേകതയാണ്. നെഞ്ചക്കടക്കമുള്ള ആയുധങ്ങളുടെ ഉപയോഗത്തെ സംബന്ധിച്ചും കൃത്യമായ പരിശീലനം. ശാരീരിക ആരോഗ്യം മാത്രമല്ല, ക്ഷമ, എളിമ, ചിട്ടയോടുകൂടിയ ജീവിത രീതി എന്നിവയ്ക്കും ചൈനീസ് കുംഫുവിൽ വലിയ പ്രാധാന്യമുണ്ട്. ഈ ആയോധനകലയായ ചൈനീസ് കുംഫു പ്രാക്ടീസിലൂടെ കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനും പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും സമൂഹത്തിലെ നല്ല രീതിയിൽ ഉള്ള വ്യക്തിത്വം വളർത്തിയെടുക്കാനും കഴിയുന്നു. ഏത് സാഹചര്യത്തെയും നേരിടാൻ പഠിപ്പിക്കുന്ന ആയോധന കലയിലൂടെ എതിരാളിയെ കീഴ്പ്പെടുത്തുക എന്ന ലക്ഷ്യം മാത്രമല്ല, മറിച്ച് സംസ്കാരമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. ചൈനീസ് കുംഫു എന്ന് പറയുന്ന ആയോധന കല കൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് സമൂഹത്തിൽ ഒരു എതിരാളിയെ ശാരീരികമായിട്ട് കീഴ്പ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല, അതിനോട് പോലീസ് ഫോഴ്സ് നിയമം മുതൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, അതല്ല എങ്കിൽ എന്താ പറയുക, ഒരു കോൺഫിഡൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചൈനീസ് കുംഫു പരിശീലനത്തിലൂടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും പഠനത്തിലടക്കം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയുന്നുണ്ടെന്നും ആത്മവിശ്വാസം വർദ്ധിച്ചെന്നും പരിശീലനം നേടുന്ന പെൺകുട്ടികളും പറയുന്നു. കുംഫു പഠിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് കോൺഫിഡൻസ് വളരെയധികം കൂടിയത്. ഒരു സ്റ്റേജിൽ കയറി സ്വന്തമായി ഒരു പ്രോഗ്രാം ചെയ്യണമെങ്കിലും അതിനുള്ള കോൺഫിഡൻസ് എനിക്ക് നൽകിയത് ഇവിടെ ഞങ്ങളുടെ മാഷുമാർ 2 പേരാണ്.
അതുപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസ് എന്താണെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ഞങ്ങളുടെ മാഷുമാരായിരുന്നു. വിവിധ ആയോധന കലകൾ നിലനിൽക്കുമ്പോഴും ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പരിശീലനം തേടുന്നതും ചൈനീസ് കുംഫുവിലാണെന്നതും ശ്രദ്ധേയം. ചൈനീസ് കുംഫു പരിശീലനം നൽകുന്നതിനൊപ്പം മറ്റ് ആയോധന കലകളെ കുറിച്ചുള്ള അവബോധവും പരിശീലകർ പകർന്നു നൽകുന്നുണ്ട്. സിറ്റി വിഷൻ, രാജാക്കാട്. മൂന്നാർ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് പ്രവർത്തിക്കുന്ന വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ സന്ദർശക രജിസ്റ്റർ സ്ഥാപിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിർദ്ദേശം. ഓഫീസ് സമയം കഴിഞ്ഞ് ചില സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പുറമേ നിന്നുള്ളവർ എത്തി മദ്യപാനം, ചീട്ടുകളി തുടങ്ങിയ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന പരാതിയെ തുടർന്നാണ് പുതിയതായി സ്ഥാനം ഏറ്റെടുത്ത പ്രസിഡന്റ് എസ് വിജയകുമാർ പ്രവർത്തന സമയത്ത് ഉൾപ്പെടെ എത്തുന്നവരുടെ വിവരങ്ങൾ സൂക്ഷിക്കാൻ ഓരോ വകുപ്പിനും നിർദ്ദേശം നൽകിയത്. പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസ്, NRG, ഹോമിയോ ആശുപത്രി തുടങ്ങിയ സ്ഥാപനങ്ങളാണ് ഒരേ കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്നത്. വിവിധ ഓഫീസുകളിലെ പ്രധാന ഉദ്യോഗസ്ഥർ ജോലി കഴിഞ്ഞു പോയ ശേഷമാണ് പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചിലരുടെ നേതൃത്വത്തിൽ പുലർച്ചെ വരെ നീളുന്ന മദ്യപാനം ഉൾപ്പെടെ നടക്കുന്നതെന്നാണ് പരാതി. ഈ സാഹചര്യത്തിലാണ് മൂന്നാർ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് പ്രവർത്തിക്കുന്ന വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ സന്ദർശക രജിസ്റ്റർ സ്ഥാപിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിർദ്ദേശമുണ്ടായിട്ടുള്ളത്. പ്രവർത്തന സമയത്തുൾപ്പെടെ എത്തുന്നവരുടെ വിവരങ്ങൾ സൂക്ഷിക്കാനാണ് ഓരോ വകുപ്പിനും നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നാളുകളായി നടക്കുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതിനായാണ് സന്ദർശക രജിസ്റ്റർ കർശനമാക്കിയതെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വിശദീകരണം. സിറ്റി വിഷൻ, മൂന്നാർ. കഞ്ഞിക്കുഴി സെന്റ് മേരീസ് ദേവാലയത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്തനോസിന്റെയും തിരുനാളിന് കൊടിയേറി. കൊടിയേറ്റ് കർമ്മങ്ങൾക്ക് ഫാദർ ലിബിൻ മണ്ണാപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കഞ്ഞിക്കുഴി സെന്റ് മേരീസ് ദേവാലയത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷങ്ങൾക്ക് കൊടിയേറി. കൊടിയേറ്റ് കർമ്മങ്ങൾക്ക് ഫാദർ ലിബിൻ മണ്ണാപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇന്ന് വൈകിട്ട് ടൗൺ ചുറ്റി പ്രദക്ഷിണവും നടന്നു. തുടർന്ന് കലാസന്ധ്യയും അരങ്ങേറി. ഞായറാഴ്ച 4 മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാനയും തുടർന്ന് പ്രദക്ഷിണവും നടക്കും. വൈകിട്ട് 7:30 ഓച്ചിറ സാരംഗിയുടെ സത്യമംഗലം ജംഗ്ഷൻ എന്ന നാടകവും അരങ്ങേറും. ഇടവക വികാരി ഫാദർ ജെയിംസ് ചൗര്യാങ്കുഴി, ഫാദർ ജിയോ ഓലിക്കൽ എന്നിവർ തിരുനാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. സിറ്റി വിഷൻ, ഇടുക്കി. ഉപ്പുതറ പഞ്ചായത്തിൽ 9-ാം വാർഡ് മാട്ടുത്താവളത്തിൽ അംഗൻവാടിയിൽ 1.5 വർഷമായി വെള്ളമില്ല. ഇതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കളിസ്ഥലം കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. ഇത് ജയിച്ചാലും തോറ്റാലും നടപ്പിലാക്കും എന്ന് പ്രഖ്യാപിച്ച അഡ്വക്കേറ്റ് ബിജു ചെമ്പ്ലാവൻ ജയിച്ച ശേഷം സ്വന്തം ചെലവിൽ നടപ്പിലാക്കിയിരിക്കുകയാണ്. കൂടെ വാർഡിലെ ജനങ്ങളെ കൂടെ കൂട്ടി ഒരു ജനകീയ മെമ്പറായി പ്രവർത്തിക്കാനും അതോടൊപ്പം ഇതുപോലുള്ള പ്രശ്നങ്ങൾ പഞ്ചായത്ത് ഫണ്ട് ഇല്ലെങ്കിലും ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുമെന്നും ബിജു ചെമ്പ്ലാവൻ സിറ്റി വിഷനോട് പറഞ്ഞു. അവരോട് പറഞ്ഞിരുന്നതാണ്, വിജയിച്ചാലും ഇല്ലെങ്കിലും ഞാൻ വ്യക്തിപരമായി ഈ 2 കാര്യങ്ങളും ചെയ്ത് തന്നോളാം എന്ന് വാക്ക് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് 1.5 വർഷമായി ലഭിക്കാതിരുന്ന ജലത്തിൻ്റെ ലഭ്യത ഇന്നലെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. നമ്മുടെ ഇതിനടുത്തുള്ള ഒരു പഞ്ചായത്തിൻ്റെ കുളത്തിൽ നിന്നും ഓസിട്ട് ഈ അംഗൻവാടിയിലേക്ക് ഇന്നലെ തന്നെ വെള്ളം എത്തിച്ചു. രണ്ടാമത്തെ കാര്യം ഈ മിറ്റം കോൺക്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രവൃത്തികളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇതിന് ഈ അംഗൻവാടിയുടെ പരിസരത്തുള്ള നല്ലവരായ ആളുകൾ ഈ പ്രവർത്തനങ്ങളിൽ ജോലി ചെയ്ത് സഹായിക്കുന്നു. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 12,450 രൂപ, പവന് 99,600 രൂപ, വെള്ളി ഗ്രാമിന് 256 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വേനൽക്കാലം ആരംഭിച്ചതോടെ കാട്ടുകൊമ്പന്മാർ റോഡിലിറങ്ങുന്ന പ്രവണത വർദ്ധിച്ചത് ആശങ്കയാകുന്നു. കഴിഞ്ഞ ദിവസം മറയൂർ ചിന്നാർ റോഡിലിറങ്ങിയ വിരിക്കൊമ്പൻ എന്ന കാട്ടാന ഏറെ സമയം ഗതാഗത തടസ്സം തീർത്തു.
കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വാകച്ചുവട്ടിലും വട്ടോൻപാറയിലും ഭീതി പരത്തുന്ന അജ്ഞാതജീവിയെ കണ്ടെത്തുവാൻ നഗരംപാറ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഡ്രോൺ നിരീക്ഷണം നടത്തി. 8 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങൾ ഡ്രോൺ നിരീക്ഷണത്തിന്റെ പരിധിയിൽ വന്നു. മൂന്നാറിൽ വീണ്ടും വിനോദസഞ്ചാരികൾക്ക് നേരെ കയ്യേറ്റം. കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്നാർ നഗർ റോഡിലായിരുന്നു സംഭവം നടന്നത്. സംഭവത്തിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ മൂന്നാർ പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു. അടിമാലി വാളറയിൽ ടൂറിസം വകുപ്പിന് കീഴിലുള്ള വഴിയോര വിശ്രമ കേന്ദ്രം കാട് കയറി നശിക്കുന്നു. വാളറ ടൗണിന് സമീപം ദേശീയപാത 85 അരികിലാണ് വിശ്രമ കേന്ദ്രമുള്ളത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.